ഹലോ ഗൈസ്, പി എസ് സി പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് മാനേജ് ചെയ്യേണ്ട ഒരു ജേണി തന്നെയാണ്. ഇപ്പം ഞാൻ ചെയ്യുന്നത് അത് തന്നെയാണ്. കിട്ടുന്ന സമയത്തിനനുസരിച്ച് പഠിക്കുക, ക്ലാസ് കേൾക്കുക, കറണ്ട് അഫെയർസ് നോക്കുക, ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഒന്ന് റിവൈസ് ചെയ്യുക. അങ്ങനെ സ്ലോലി പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും ഒരേ രീതിയിൽ പഠിക്കാനൊന്നും എനിക്ക് കഴിയാറില്ല. ചില ദിവസങ്ങളിൽ നല്ല കോൺസെൻട്രേഷൻ ആയിരിക്കും, നന്നായി പഠിക്കാൻ പറ്റും. ചില ദിവസങ്ങളിൽ എത്ര ശ്രമിച്ചാലും ഒരു പ്രോപ്പർ സ്റ്റഡി മൂഡ് കിട്ടാറില്ല. അങ്ങനെയുള്ള ദിവസങ്ങളും പ്രിപ്പറേഷൻ്റെ ഭാഗം തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് പെർഫെക്റ്റായൊരു ടൈം ടേബിൾ ഫോളോ ചെയ്യണമെന്ന പ്രഷർ എടുക്കാതെ കഴിയുന്ന രീതിയിൽ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാനാണ് ഞാൻ ശ്രമിക്കാറ്. യൂട്യൂബിൽ PSC ക്ലാസ് കാണുന്നതും അതിൻ്റെ ഒരു ഭാഗമാണ്. ചില ടോപ്പിക്സ് സ്വയം പഠിക്കുന്നതിനേക്കാൾ ക്ലാസ് കേൾക്കുമ്പോൾ കുറച്ചുകൂടെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. ചില ടോപ്പിക്സ് നമ്മൾ സ്വയം തന്നെ പഠിച്ചെടുക്കണം. അത് ഓരോരുത്തർക്കും ഓരോരോ മെത്തേഡായിരിക്കും. അതിപ്പോൾ നമുക്ക് ഈ വീഡിയോയിലൂടെ ഒന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് സമയം കിട്ടുമ്പോൾ ലാപ്ടോപ്പിൽ ക്ലാസ് കാണും, ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ ശ്രദ്ധിക്കും, ആവശ്യമുള്ളത് നോട്ട് എഴുതിയെടുക്കും. അതുപോലെ തന്നെ കറണ്ട് അഫെയർസിനും പ്രിപ്പറേഷനിൽ നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട്. ഇന്നലെ കാണിക്കാൻ മറന്നുപോയ 2 കറണ്ട് അഫെയർസ് ബുക്സ് ഉണ്ടായിരുന്നു കേട്ടോ. അതുകൂടെ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് തോന്നി. കാരണം PSC പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ ഒരു സബ്ജക്റ്റ് മാത്രം പഠിച്ചാൽ പോരല്ലോ. സിലബസ് കവർ ചെയ്യുന്നതിനോടൊപ്പം കറണ്ട് അഫെയർസ്, റിവിഷൻ, പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, മോക്ക് ടെക്സ്റ്റ് എല്ലാം പതുക്കെ പ്രിപ്പറേഷൻ്റെ ഭാഗമാക്കേണ്ടതുണ്ട്. പക്ഷേ അതൊക്കെ ഒരുമിച്ച് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ചിലപ്പോൾ ഓവർവെൽമിങ് ആയി തോന്നാറുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഓരോന്നോരോന്നായി ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം കുറച്ച് പഠിക്കും, അടുത്ത ദിവസം കുറച്ച് റിവൈസ് ചെയ്യും, സമയം കിട്ടുമ്പോൾ ഒരു ക്ലാസ് കാണും, കറണ്ട് അഫെയർസ് അപ്ഡേറ്റ് ചെയ്യും. അങ്ങനെ ചെറിയ ചെറിയ സ്റ്റെപ്സായിട്ട് മുന്നോട്ട് പോകുന്നു. സത്യത്തിൽ പ്രിപ്പറേഷനിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് എനിക്കിപ്പോൾ തോന്നുന്നത് കൺസിസ്റ്റൻസി തന്നെയാണ് കേട്ടോ. ഒരു ദിവസം ഒരുപാട് പഠിച്ചിട്ട് പിന്നെ കുറേ ദിവസം കംപ്ലീറ്റ്ലി ബ്രേക്ക് എടുക്കുന്നതിനേക്കാൾ ദിവസവും കഴിയുന്ന ഓരോ രീതിയിൽ കുറച്ചെങ്കിലും പഠിക്കുന്നത് ബെറ്ററാണെന്ന് തോന്നുന്നു. കാരണം PSC പ്രിപ്പറേഷൻ ഒരു ദിവസമോ ഒരാഴ്ചയോ കൊണ്ട് തീർക്കാൻ കഴിയുന്ന ഒന്നല്ല. അതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എസ്പെഷ്യലി ഈ PSC ഒക്കെ സീരിയസ് ആയിട്ട് എടുക്കുന്നവർക്ക്, അതിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് ടൈം എടുക്കും. റിവിഷൻ വേണം, പ്രാക്ടീസ് വേണം, അതിന് പേഷ്യൻസും വേണം. പിന്നെ മോട്ടിവേഷൻ എപ്പോഴും ഉണ്ടാകണമെന്നൊന്നുമില്ല. ചില ദിവസങ്ങളിൽ പഠിക്കാൻ വളരെ മോട്ടിവേറ്റഡ് ആയിരിക്കും, ചില ദിവസങ്ങളിൽ ഒന്നും ചെയ്യാൻ തോന്നില്ല. പക്ഷെ മോട്ടിവേഷൻ ഇല്ലാത്ത ദിവസങ്ങളിലും സംഹൗ വീണ്ടും സ്റ്റഡി ടേബിളിലേക്ക് വരാൻ കഴിയുന്നതാണ് ഇമ്പോർട്ടൻറ്റ്. എനിക്കും ഇപ്പോഴും അത് തന്നെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പ്രിപ്പറേഷൻ എല്ലാം പെർഫെക്റ്റ് ആണെന്ന് ഞാൻ പറയാൻ പറ്റില്ല. എനിക്കും സ്റ്റഡി ഗ്യാപ്സ് ഉണ്ടാകാറുണ്ട്. പ്ലാൻ ചെയ്തതുപോലെ എല്ലാം നടക്കാത്ത ദിവസങ്ങളും ഉണ്ടാകും. പക്ഷെ അതുകൊണ്ട് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യാതെ വീണ്ടും തുടങ്ങാൻ ശ്രമിക്കും. ഇപ്പോൾ ഞാൻ ഫോക്കസ് ചെയ്യുന്നത് റിസൾട്ട് എന്തായിരിക്കും എന്നതിനേക്കാൾ എൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം എന്നതിലാണ്. റാങ്ക് കിട്ടുമോ, എത്ര മാർക്ക് കിട്ടും എന്നൊക്കെ പിന്നീട് അറിയേണ്ട കാര്യങ്ങളാണ്. ഇപ്പോൾ ചെയ്യാൻ കഴിയുന്നത് പഠിക്കുക എന്നത് മാത്രമാണ്. അതുകൊണ്ട് കിട്ടുന്ന സമയത്ത് പഠിക്കുക, മനസ്സിലാകാത്തത് വീണ്ടും പഠിക്കുക, മറന്നു പോകുന്നത് റിവൈസ് ചെയ്യുക. അങ്ങനെ സ്ലോലി മുന്നോട്ട് പോകാം. PSC പ്രിപ്പറേഷൻ ചെയ്യുന്ന എല്ലാവർക്കും ഇതൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് 2, 3, 4 വർഷം ഇതിനൊക്കെ വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക്. പക്ഷെ ചിലപ്പോൾ നമ്മളെ തന്നെ റീമൈൻഡ് ഒന്ന് ചെയ്യേണ്ടി വരും. സ്ലോ പ്രോഗ്രസ് ഈസ് സ്റ്റിൽ പ്രോഗ്രസ്. നമ്മുടെ പ്രിപ്പറേഷൻ മറ്റൊരാളുമായി കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരാൾക്ക് ദിവസം മുഴുവൻ പഠിക്കാൻ കഴിയാം, മറ്റൊരാൾക്ക് 2 മണിക്കൂർ മാത്രമേ പഠിക്കാൻ കഴിയൂ. പക്ഷേ ആ 2 മണിക്കൂർ സിൻസിയറായി പഠിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതും വാല്യുവബിൾ ആണ്. അതിനാൽ ഇപ്പോൾ നമ്മൾ പെർഫെക്റ്റ് ആകാൻ ശ്രമിക്കേണ്ടതില്ല, കൺസിസ്റ്റൻസി ഉണ്ടാകാൻ ആണ് ശ്രമിക്കുന്നത്. ഇതെൻ്റെ PSC പ്രിപ്പറേഷൻ്റെ ഒരു ചെറിയ പാർട്ട് മാത്രമാണ്. ഇനിയും ഒരുപാട് പഠിക്കാനുണ്ട്, ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. പക്ഷേ എവിടെയാണോ ഇപ്പോൾ നിൽക്കുന്നത് അവിടെ നിന്ന് തന്നെ പതുക്കെ മുന്നോട്ട് പോകാം.
ഒരുപക്ഷെ ഈ വീഡിയോ കാണുന്ന നിങ്ങളും PSC പ്രിപ്പറേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രിപ്പറേഷനിലും ഇതുപോലെ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാകാം. പഠിക്കാൻ കഴിയുന്ന ദിവസങ്ങളിൽ മാക്സിമം ചെയ്യുക. പഠിക്കാൻ കഴിയാത്ത ദിവസങ്ങളിൽ ഗിൽറ്റ് എടുത്ത് ഇരിക്കാതെ അടുത്ത ദിവസം വീണ്ടും തുടങ്ങാം. അവസാനം നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒരു ഡേയ്സിലെ മോട്ടിവേഷനല്ല, ദിവസം തോറും വീണ്ടും ശ്രമിക്കുന്നതാണ്. ഈ മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളൊരു മോട്ടിവേഷൻ കണ്ടു, അപ്പോൾ നല്ല ഇൻസ്പയർഡായി മോട്ടിവേറ്റഡായി പഠിക്കണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, അങ്ങനെ പ്ലാനിങ് ആയി. അത് കുറച്ച് നേരത്തേക്ക് അല്ലെങ്കിൽ 1-2 ദിവസത്തേക്കേ ഉള്ളൂ. നമ്മളെപ്പോഴും മോട്ടിവേറ്റ് ആയിട്ടിരിക്കണമെങ്കിൽ നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യുക. അതാണ് ഏറ്റവും വലിയ മോട്ടിവേഷൻ. അല്ലാതെ മറ്റൊരാൾക്ക് നമ്മളെ ഏത് നേരവും മോട്ടിവേറ്റ് ചെയ്യാൻ കഴിയില്ല. അതിൻ്റെ ഒരു പർട്ടിക്കുലർ ടൈം കഴിഞ്ഞാൽ അതിൻ്റെ ആ ഇത് കുറഞ്ഞു വരും. അത് സ്വാഭാവികം, അതങ്ങനെയാണ്. അതുകൊണ്ട് എൻ്റെ PSC ജേണിയുടെ മറ്റൊരു ചെറിയ സ്റ്റഡി അപ്ഡേറ്റായി ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്, നിങ്ങളോട് പറയാനുണ്ട്, ഷെയർ ചെയ്യാനുണ്ട്. നമുക്ക് പതുക്കെ പക്ഷേ കൺസിസ്റ്റൻസ് ആയിട്ട് മുന്നോട്ട് പോകണം. അതേ നമ്മളെക്കൊണ്ട് ഇപ്പോൾ ഒരു ബിഗിനർ എന്ന നിലയ്ക്ക് നമ്മളെക്കൊണ്ട് ഇപ്പോൾ അങ്ങനെ ചെയ്യാൻ കഴിയുള്ളൂ. ഞാനൊരു PSC ആസ്പിറൻ്റ് എന്നൊരു ലേബലിൽ മാത്രം എന്നെ കാണുന്നില്ല. നിങ്ങളും കാണാൻ വേണ്ട. എനിക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ വേറെ ഉണ്ട്, കരിയറിനെ കുറിച്ചുള്ള പ്ലാൻസ് വേറെ ഉണ്ട്, എനിക്ക് ഡെവലപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്കിൽസ് ഒരുപാടുണ്ട്, എൻ്റെ ലൈഫിൽ വേറെ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അതിനിടയിൽ എനിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ വീഡിയോസിൽ നിങ്ങൾക്കൊരു പക്ഷേ ഒരു ദിവസം എല്ലാം ഒരു നമ്മൾ അറേഞ്ച് ചെയ്ത രീതിയിലൊന്നും കാണാൻ പറ്റില്ല. എല്ലാം ഡിഫറെൻറ്റ് വീഡിയോ ക്ലിപ്സ് ആയിരിക്കാം. അതൊരു ഇൻറ്റൻഷനലാണ്. കാരണം എൻ്റെ ലൈഫ് ഒരു സിംഗിൾ ടോപ്പിക് സ്റ്റോറിയല്ല, എല്ലാം മിക്സ്ഡാണ്. എൻ്റെ ജീവിതത്തിനൊരു ഡയറക്ഷൻ ഉണ്ടാക്കുക എന്നതാണ്. PSC അതിൻ്റെ ഒരു ഭാഗമായിരിക്കാം, ഒരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കാം, ഒരു പോസിബിലിറ്റി ആയിരിക്കാം. പക്ഷെ എൻ്റെ എൻ്റയർ ഐഡൻറ്റിറ്റി അതല്ല. ചില ദിവസങ്ങളിൽ ഒരു നോട്ട്ബുക്ക് തുറക്കാൻ പോലും മൂടുണ്ടാകില്ല. ചില ദിവസങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് ചെയ്യേണ്ടത് എന്ന് തന്നെ അറിയാതെ ഇരിക്കും. നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന സക്സസ് സ്റ്റോറീസിൽ പലപ്പോഴും കാണാത്തൊരു ഭാഗമാണത്. നമ്മൾ റിസൾട്ട് കാണും, റാങ്ക് കാണും, ജോബ് കാണും, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കാണും. എല്ലാം കൂടെ പല സമയത്തും എൻ്റെ ശ്രദ്ധ പല ഭാഗത്തേക്ക് പോയിട്ടുണ്ട്. ചില കാര്യങ്ങൾ ഞാൻ തുടങ്ങി, ചിലത് കംപ്ലീറ്റ് ചെയ്തു, ചിലത് പാതി വഴിയിൽ നിർത്തി, ചിലത് വീണ്ടും തുടങ്ങി. അതിനിടയിൽ PSC പോലെയുള്ള കാര്യങ്ങൾ ഒരു സമയത്ത് പിന്നിലേക്ക് പോയി. അതുകൊണ്ടാണ് ഇന്ന് ഞാനിവിടെ ഇരുന്ന് ഓരോന്ന് പറയുന്നത്. ആൻഡ് ബി ഈ ജേണി എവിടെ എത്തുമെന്ന് എനിക്ക് നിങ്ങളെപ്പോലെ തന്നെ ഒരു പിടിയില്ല. പക്ഷേ നമുക്ക് ഒരുമിച്ച് കണ്ടറിയാം എന്താകും, എങ്ങനെയാകും എന്നുള്ളത്. ചിലപ്പോൾ നമ്മൾ തേടുന്ന ഒരു വലിയ മാറ്റം ഒരു വലിയ ഡിസിഷനിൽ നിന്നല്ല വരുന്നത്, വളരെ ചെറിയ ഒരു സ്റ്റെപ്പിൽ നിന്നായിരിക്കും. ഒരു പേജ് അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ, ഒരു മണിക്കൂർ, പുതിയ സ്കില്ല്, പുതിയ അറ്റംപ്റ്റ്. അതും അല്ലെങ്കിൽ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഞാൻ വീണ്ടും ട്രൈ ചെയ്യാം എന്നൊരു തീരുമാനത്തിൽ നിന്ന്. അതാണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത്. എവിടെ എത്തുമെന്നൊന്നും എനിക്കറിയില്ല. ഇതാണ് എൻ്റെ സ്റ്റോറി. ഇതൊരു റാങ്ക് സ്റ്റോറി അല്ല, ഇതൊരു സക്സസ് സ്റ്റോറി അല്ല, ഇതൊരു പെർഫെക്ഷൻ പ്രിപ്പറേഷൻ സ്റ്റോറി അല്ല. ഇത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. നമുക്ക് ഒരുമിച്ച് കണ്ടറിയാം. This is not the end of my story. This is just beginning. Thank you for watching. നമുക്ക് ഇനിയും ഒരുപാട് കാണാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അങ്ങനെ എന്താ പറയേണ്ടതെന്ന് അറിയില്ല. നിങ്ങളുമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ട്. നമുക്ക് പതുക്കെ പക്ഷേ കൺസിസ്റ്റൻസ് ആയിട്ട് മുന്നോട്ട് പോകാം. അതല്ലേ നമുക്ക് പറ്റുള്ളൂ. എല്ലാം നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് പെർഫെക്ഷൻ കിട്ടില്ല. അപ്പോൾ ഓക്കെ, ബൈ.